Good morning, church. Amen. Hope you all are doing good. Did I tell you lately that I love you? I love you all. Amen. And I just want to thank God for giving me this opportunity to serve you, to serve Jesus, and to serve the people of Jesus. I am so privileged to serve you, to serve your soul, to serve your spirit with the word of God and with the direction that Lord has given. അമേൻ. നിങ്ങളുടെ നടുവിൽ ആയിരിക്കുന്നതിലും നിങ്ങളെ ശുശ്രൂഷിക്കുന്നതിലും നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾ നടുവിൽ നിങ്ങൾക്ക് വേണ്ടി കൈത്താങ്ങൽ നൽകുന്നതിൽ ഒരുപാട് ഞാൻ സന്തോഷിക്കുന്നു. ദൈവത്തെ So മഹത്വപ്പെടുത്തുന്നു. glad to see many of our new faces here. അമേൻ. ഇവിടെ കുറെ പുതുമുഖങ്ങളെ കാണുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. Also thank God for all those people who came back. അമേൻ. മടങ്ങി വന്ന കുടുംബങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. You all are family. അമേൻ. നാം ഒരുമിച്ച് ഒരു കുടുംബമായിരിക്കുന്നു. Praise God. Amen. And I'm so glad to see Ummachan and Amama. അമേൻ. ഉമ്മച്ചാനും അമ്മയും കണ്ടതിൽ ഒരുപാട് സന്തോഷം. After a long time they are here. ഒരുപാട് നാൾക്ക് ശേഷം അവർ കടന്നു God has വന്നിരിക്കുകയാണ്. blessed them with good health. അമേൻ. നല്ല ആരോഗ്യം കൊടുത്ത് ദൈവം അവരെ അനുഗ്രഹിച്ചു. Amen. Many times days were not good, but thank God for giving this privilege that we are together and worshiping Lord. പല ദിവസങ്ങൾ അസ്വസ്ഥതയിൽ കൂടി കടന്നുപോയെങ്കിലും ഇന്നത്തെ ദിവസം ദൈവം ആരോഗ്യത്തോടെയും ബലത്തോടെയും ആയിരിക്കുന്നു. Church, are you happy in the presence of the Lord? ദൈവസന്നിധിയിലായിരിക്കുന്നതിൽ നിങ്ങൾ സന്തോഷമുള്ളവരാണോ? Are you experiencing the joy of Holy Spirit? പരിശുദ്ധാത്മാവിന്റെ സന്തോഷം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? Amen. ആമേൻ. Today I would like to bring the word that God has put in my heart. എൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ച ഒരു വചനം നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I prepared it a little time back. ആമേൻ. അല്പം നാൾക്ക് മുമ്പ് ഞാൻ തയ്യാറാക്കിയതാണ്. Yesterday did a little bit of edition in this ഇന്നലെ അല്പം എഡിറ്റിംഗ് ഞാൻ ചെയ്തു. because I felt that Lord was directing me after the message of last week. കഴിഞ്ഞ ആഴ്ചത്തെ സന്ദേശത്തിന് ശേഷം ഇതിലേക്ക് പരിശുദ്ധാത്മാവ് നയിക്കുന്നതായി എനിക്ക് ബോധ്യമായി. And the Spirit of the Lord is reminding me to talk to you about the purpose of God in your life. ദൈവത്തിന്റെ നമ്മുടെ ജീവിതത്തിനോടുള്ള ഹിതത്തെക്കുറിച്ച് സംസാരിക്കുവാൻ എൻ്റെ ഉള്ളിൽ പ്രേരണയുണ്ടായി. Why I am here? ഞാൻ എന്തിനാണ് ഇവിടെ ആയിരിക്കുന്നത്? Why I am in this church? എന്തിനാണ് ഞാൻ ഈ സഭയിലായിരിക്കുന്നത്? Out of billions of people, why I am alive? ആമേൻ. ആയിരക്കണക്കിന് ജനത്തിന്റെ നടുവിൽ എന്തിനാണ് ഞാൻ ജീവനോടായിരിക്കുന്നത്? Yesterday night few thousand people died. കഴിഞ്ഞ രാത്രി തന്നെ ചില ആയിരങ്ങൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. They died. ആമേൻ. അവർ മരിച്ചുപോയി. Some people died in accident. ചില ആൾക്കാർ അപകടത്തിൽ മരിച്ചുപോയി. Some people died in natural calamity. ആമേൻ. ചില പ്രകൃതിപരമായ രീതിയിൽ ചിലർ മരിച്ചുപോയി. Some people died out of heart attack. ചില ആൾക്കാർ ഹാർട്ട് അറ്റാക്ക് മുഖാന്തരം മരിച്ചുപോയി. Some people died because of aging. ആമേൻ. ചില പ്രായമായി വാർദ്ധക്യത്തിലായി മരിച്ചുപോയി. Some people died as newborn babies. ആമേൻ. ചില ജനിച്ച ശിശുക്കൾ പോലും മരിച്ചുപോയി. Some strong young men died. ആമേൻ. ബലവാന്മാരായ യൗവനക്കാർ പോലും മരിച്ചുപോയി. Some people committed suicide. ചില ആൾക്കാർ സൂയിസൈഡ് ചെയ്യുവാനിടയായി. Last night, in last 12 hours, thousands of people died. കഴിഞ്ഞ 12 മണിക്കൂറിനുള്ളിൽ കഴിഞ്ഞ രാത്രി തന്നെ ആയിരക്കണക്കിന് ആൾക്കാർ ലോകത്തിൽ നിന്ന് Why മാറ്റപ്പെട്ടു. in the world you are sitting here? എന്തുകൊണ്ടാണ് നാം ജീവനോടെ ഇവിടെ Why ഇരിക്കുന്നത്? I am standing here? എന്തുകൊണ്ട് ഞാൻ ഇന്നിവിടെ ജീവനോടെ നിൽക്കുന്നു? Only answer is ആമേൻ. അതിന്റെ ഒരേ ഒരു മറുപടി ഇത് there മാത്രമാണ്. is the purpose of God in my life and in your life. ആമേൻ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. If you're breathing today, ഇന്ന് ശ്വസിക്കുന്നുണ്ടെങ്കിൽ there is a purpose of God. ദൈവത്തിന്റെ ഒരു പദ്ധതി അതിന്റെ There പിന്നിലുണ്ട്. is a plan of God. ദൈവത്തിന്റെ ഒരു ഹിതം അതിന്റെ And I want പിന്നിലുണ്ട്. to let you all know, അതുകൊണ്ട് നിങ്ങളോട് ഞാൻ ഒരു കാര്യം whether പറയട്ടെ. you believe it or നിങ്ങൾ not. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും Some people may doubt. ചില ആൾക്കാർ സംശയിക്കും. Few of you will say, I don't even believe that. ആമേൻ. ഞാൻ ഇത് വിശ്വസിക്കുന്ന മുതൽ ചിലർ പറയും. You are in this world and you are still breathing and you are alive. It is only because there is a plan and purpose of God in your life which is not yet fulfilled. You need to discover and you need to fulfill it. ഇന്ന് പകൽക്കാലം ജീവനുള്ളവരുടെ നടുവിൽ നിങ്ങൾ ജീവനോടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ ഇന്നും ദൈവം തികഞ്ഞ് ചെയ്തു തീർക്കാത്ത ചില പദ്ധതികൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. We'll run down through a couple of verses and I will show you how the purpose of God is revealed in your life. വേഗത്തിൽ ചില വാക്യങ്ങൾ വായിച്ചുകൊണ്ട് എങ്ങനെ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെട്ടു വരുമെന്ന് നമുക്ക് How many of you നോക്കാം. desire to know the purpose of God in your ദൈവത്തിന്റെ life? ഹിതം നമ്മുടെ ജീവിതത്തിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? Amen. How many of you really want to know the plan of God? എത്ര പേർക്ക് യഥാർത്ഥമായി ദൈവത്തിന്റെ പദ്ധതി മനസ്സിലാക്കണം? Would you show your hands? അക്കരങ്ങളൊന്ന് ഉയർന്നിരിക്കാൻ കഴിയുമോ? Amen. Whether you are 99, ആമേൻ. നിങ്ങൾ 99 വയസ്സാണെങ്കിൽ, whether you are 1 year old, അല്ല 1 വയസ്സാണെങ്കിലും, if you are alive, നിങ്ങൾ ജീവനോടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ there is a plan. അതിന്റെ പിന്നിൽ ഒരു പദ്ധതിയുണ്ട്. Amen. ആമേൻ. If Gospel of John or the book of Revelation by Apostle John was written in his 90s, ആമേൻ. അപ്പോസ്തലനായ യോഹന്നാൻ വെളിപ്പാട് പുസ്തകം തന്റെ 90ാമത്തെ വയസ്സിലാണ് എഴുതിയത്.
then everybody has a purpose. അതിനർത്ഥം എല്ലാവർക്കും ഓരോ പദ്ധതിയുണ്ട്. I want you to read this. Romans chapter 12 verse 1 and 2, and let's read together. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. Would you lift your voice and read along with me? ശബ്ദമുയർത്തി നമുക്ക് ചേർന്ന് വായിക്കാം. Come on, read together. Therefore, I urge you, brothers, in the view of God's mercy, to offer your bodies as living sacrifice, holy and pleasing to God. This is your spiritual act of worship. Second, verse 2. Do not conform any longer to the pattern of this world, but be transformed by renewing of your mind. Then, come on, read louder. Then you will be able to test and approve what God's will is. His good, pleasing, and perfect will. Amen. Can I get a good amen if you have read this before? ആമേൻ. മുമ്പ് വായിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ആമേൻ കേൾക്കാമോ? Now, look it through the eyes of Holy Spirit. പരിശുദ്ധാത്മാവിന്റെ കണ്ണിൽ കൂടെ നമുക്ക് ഇതിനൊന്ന് What നോക്കാം. Holy Spirit is talking to us through this verse. ഈ വാക്യങ്ങളിൽ കൂടെ പരിശുദ്ധാത്മാവ് എന്താണ് സംസാരിക്കുന്നത്? Okay, let's read one more time. ഒരിക്കൽ കൂടി നമുക്കൊന്ന് വായിക്കാം. Therefore, I urge you, brothers, in the view of God's mercy, to offer your body as living sacrifice, holy and pleasing to God. This is your, so first point, spiritual act of worship. Then, verse 2, do not conform any longer to the pattern of this world, but be transformed by renewing your mind. So if the first thing is spiritual act, second thing is transformation. Amen. All right? And when two things happens, then the third thing comes. What is that? Then, in an order, then what will happen? You will able to test and approve. മലയാളത്തിൽ നിന്ന് വായിച്ച് സഹായിച്ചാലും. See, everybody wants to know the will of God. എല്ലാവർക്കും ദൈവത്തിന്റെ ഹിതം Everybody wants to know purpose of God. ആമേൻ. ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. And Bible says everybody has a purpose and a will for of God in their life. ആമേൻ. വചനം നമ്മളോട് വ്യക്തമായി പറയുന്നു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഹിതവും പദ്ധതിയുമുണ്ട്. But there are so many people around us. പക്ഷെ നമ്മുടെ ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട്. Among us. നമ്മുടെ നടുവിൽ തന്നെ. Even here. ഇവിടെ ആയിരിക്കുന്നവരിൽ who don't know the purpose. പദ്ധതി അറിയാത്തവരുണ്ട്. Okay, let me ask you a question. ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. What is the purpose that you are on this earth? ആമേൻ. ഈ ഭൂമിയിൽ നിങ്ങൾ ആയിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? How many of you are really clear about your plan and your purpose? ആമേൻ. നിങ്ങളുടെ കുറിച്ചുള്ള പദ്ധതിയും എന്താണെന്ന് വ്യക്തമായി അറിയാവുന്ന എത്ര പേരുണ്ട്? Just ask yourself. നിങ്ങളോട് തന്നെ ഇത് ചോദിക്കുക. Do we really know? നമുക്ക് യഥാർത്ഥമായി ഇത് അറിയാമോ? But God's word says. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നു Purpose is there. ആമേൻ. ഒരു പദ്ധതിയുണ്ട്. Plan is there. ഒരു പ്ലാനുമുണ്ട്. So it is just like a fruit. ആമേൻ. ഇതൊരു ഫലം പോലാണ്. It has a seed. അതിന്റെ ഉള്ളിൽ ഒരു സീഡ് ഉണ്ട്. A flesh, in botanical language we say cytoplasm. ആമേൻ. നമ്മൾ ബൊട്ടാനിക്കൽ ലാംഗ്വേജ് സൈറ്റോപ്ലാസം ഉണ്ട്. And then definitely the skin, the outer peripheral skin. അതിന്റെ വെളിയിൽ ഒരു ത്വക്കുമുണ്ട്. Right? So it's like a seed that is inside this fruit. ഈ ഫലത്തിന്റെ ഉള്ളിലുള്ള വിത്ത് പോലെ Some fruits can be eaten by peeling off that first skin. ആമേൻ. ചില ഫലങ്ങൾ ആദ്യത്തെ ത്വക്ക് തൊലി മാറ്റി നമുക്ക് ഭക്ഷിക്കാൻ കഴിയും. Like orange. ആമേൻ. ഓറഞ്ച് പോലെ. Right. And then sometimes you really don't want even the cytoplasm. ആമേൻ. ചില സമയത്ത് നമുക്ക് ആ സൈറ്റോപ്ലാസം പോലും That ആവശ്യമില്ല. the flesh. ആ ഒരു ഫ്ലഷ് ആവശ്യമില്ല. So you peel that too. ആമേൻ. അതുകൊണ്ട് അതും നാം പൊളിച്ചു And the കളയുവാനിടയാക്കും. third thing comes that seed. ആമേൻ. മൂന്നാമതായി ആ ഒരു വിത്ത് നമുക്ക് കാണാം. Consider that. ആമേൻ. ഇപ്രകാരം ഒന്ന് ആലോചിക്കുക. It is just the similar way how you know the will of God. അപ്രകാരം തന്നെയാണ് ദൈവഹിതവും നാം മനസ്സിലാക്കുന്നത്. First thing is act of worship, spiritual worship. ഒന്നാമതായ ആത്മീയ ആരാധന.
if you fulfill that. നാം അത് പൂർത്തീകരിക്കുമ്പോൾ, Second thing, when you fulfill the spiritual act of worship, നാം ആത്മീക ആരാധന പൂർത്തീകരിക്കുമ്പോൾ, then second layer starts with getting transformed. രണ്ടാമത്തെ ആ ഘടകമായ രൂപാന്തരം ഉണ്ടാകുവാനിടയാകും. After two things happen, ഈ രണ്ട് വസ്തുത ഉണ്ടായതിനു ശേഷം then the seed comes out. മൂന്നാമതായ വിത്ത് പുറത്തേക്ക് വരും. The plan of God is revealed. ആമേൻ. ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെട്ട് വരുവാനിടയാകും. Nobody can see the plan and purpose of God in their life without the first two things. ആമേൻ. ഈ ആദ്യത്തെ രണ്ട് കാര്യം ചെയ്യാതെ ആർക്കും ഈ മൂന്നാമത്തെ ദൈവത്തിന്റെ പദ്ധതി I തിരിച്ചറിയാൻ have കഴിയില്ല. not seen anyone in Bible, in New Testament, who found the purpose and plan without the first two things. ആദ്യത്തെ രണ്ട് കാര്യം ചെയ്യാതെ മൂന്നാമത്തെ പ്ലാനും പർപ്പസും തിരിച്ചറിഞ്ഞ ആരെയും ഞാൻ ദൈവവചനത്തിൽ We കണ്ടിട്ടില്ല. all know one good verse. നമുക്ക് അറിയാവുന്ന ഒരു നല്ല വാക്യമുണ്ട്. When I am speaking about plan, what is the good verse? ആമേൻ. പ്ലാനിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ആ വാക്യം? Calvary? Plan, about plan, a good verse about plan, verses. Come on. I have a plan for you. Plan to prosper you and not to. We know this verse, right? So everybody knows we have a plan. ആമേൻ. നമുക്ക് നന്നായി അറിയാവുന്ന ഈ വാക്യമാണ്. എനിക്ക് നിന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, അത് നശിപ്പിച്ചു. What is the plan? എന്താണ് പക്ഷേ ഈ ഒരു പദ്ധതി? What is the purpose? എന്താണ് ദൈവത്തിന്റെ ഹിതം? There are hundreds and thousands of Christians and believers ആമേൻ. നൂറുകണക്കിന് ക്രിസ്ത്യാനികളും വിശ്വാസികളുമുണ്ട്. who found the plans. ആമേൻ. ഈ പ്ലാൻ കണ്ടെത്തിയവർ. And there are millions of Christians ആമേൻ. മറ്റാ ലക്ഷക്കണക്കിന് who have ക്രിസ്ത്യാനികളുണ്ട്. not yet found the plan. അവർ ഇതുവരെയായിട്ടും ഈ പദ്ധതി തിരിച്ചറിഞ്ഞിട്ടില്ല. Sometimes we say, I know this is what God is leading me. ആമേൻ. ചിലപ്പോൾ നാം പറയും ഇതാണ് ദൈവം എന്നെ നയിക്കുന്നത്. Sometimes we say, this is what exactly God wants me to do. മറ്റു ചില അവസരങ്ങളിൽ നാം പറയും ഇത് തന്നെയാണ് ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. The question is ചോദ്യം ഇതാണ്, that really what God wants, or is that something your psychology, your mind, your heart is saying? ആമേൻ. അത് തന്നെയാണോ യഥാർത്ഥമായി ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, അതോ അത് നിങ്ങളുടെ മനസ്സോ എന്തോ സൈക്കോളജി പറയുന്ന വിഷയമാണോ? I have seen so many people coming telling me, especially young people. ആമേൻ. യൗവനക്കാർ ഒരുപാട് പേര് ഇങ്ങനെ വന്ന് എന്നോട് പറയാറുണ്ട്. Especially, I always use this example. ആമേൻ. ഈ ഒരു ഉദാഹരണം ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. When they love somebody, അവരാരെങ്കിലും ഇഷ്ടപ്പെടുമ്പോൾ, when they know somebody, ആമേൻ, അവരാരെങ്കിലും അറിയുമ്പോൾ, they started liking somebody, അവരെ ഇഷ്ടപ്പെട്ടു തുടങ്ങുമ്പോൾ, they come and tell me always, ആമേൻ, അവരെ വന്ന് എന്നോട് ഇങ്ങനെ പറയും, I feel like Lord is leading me to that guy. ആ വ്യക്തിയോട് ദൈവം എന്നെ I നയിക്കുകയാണെന്ന് തോന്നുന്നു. feel like, Lord definitely is showing me her face. ആമേൻ. ദൈവം എന്നെ ഒരു മുഖം I കാണിക്കുകയാണ്. see face, and I always see her face. ഞാൻ എപ്പോഴും ആ പുള്ളിക്കാരുടെ മുഖമാണ് കാണുന്നത്. Well, it can happen. ആമേൻ. അത് സംഭവിച്ചുകൂടാന്നില്ല. But I don't want you to come back to me later few days and saying that I feel like it was my infatuation. ആമേൻ. അല്പ ദിവസങ്ങൾക്ക് ശേഷം അത് വെറും എന്റെ തോന്നലുകളാണെന്ന് വന്ന് പറയുകയും ചെയ്യരുത്. So this is exactly in ministry also. ഇത് തന്നെയാണ് ശുശ്രൂഷയിൽ I നടക്കുന്നത്. feel like, God is calling me for a pastoral ministry. ഒരു പാസ്റ്ററൽ ശുശ്രൂഷകനായിട്ടാണ് ദൈവം എന്നെ വിളിക്കുന്നത് I എനിക്ക് തോന്നുന്നു. feel like God is calling me to be a worship leader. ആമേൻ. ഒരു ആരാധന നയിക്കുന്ന നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ദൈവം എന്നെ വിളിക്കുന്നത് എനിക്ക് തോന്നുന്നു. Friends, please don't rely on your feeling. നമ്മുടെ തോന്നലുകളിലല്ല നാം ആശ്രയിക്കേണ്ടത്. Let's rely on the real purpose and plan of God. ദൈവത്തിന്റെ യഥാർത്ഥമായ ഹിതത്തിലും പദ്ധതിയിലും നമുക്ക് ഒന്നൂന്നാം. Unless you set apart your feeling today, ഇന്ന് നമ്മുടെ ചിന്തകളും തോന്നലുകളും ഒന്ന് മാറ്റിവെക്കാതെ, will you please keep that away അതിനെല്ലാം ഒന്ന് and മാറ്റിവെച്ചിട്ട് allow the Holy Spirit to reveal it to you? ആമേൻ. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഒന്ന് Are you വെളിപ്പെടുത്താൻ ready? വേണ്ടി Are ഏൽപ്പിച്ചു you ready കൊടുക്കാം. for that? അതിനുവേണ്ടി നാം തയ്യാറാണോ? So first thing is act of worship. ഒന്നാമതായി ആരാധനയുടെ ഒരു പ്രകടമായ ഒരു What is the act of real worship? എന്താണ് Spiritual worship. യഥാർത്ഥമായ ആത്മീക ആരാധന? What is the act of spiritual worship? എന്താണ് യഥാർത്ഥമായ ആത്മീക ആരാധന? Not clapping hands, അത് കയ്യടിയല്ല, not singing songs, പാട്ട് പാടുന്നതുമല്ല, not listening preaching, അതൊരു പ്രസംഗം കേൾക്കുന്നതല്ല, not preaching, അത് പ്രസംഗിക്കുന്നതുമല്ല, not coming to church, അത് സഭയിൽ വരുന്നതല്ല, not giving attendance, ആമേൻ, ഒരു അറ്റൻഡൻസ് ആകുന്നതുമല്ല, nothing. അതിലൊന്നുമല്ല. What is the spiritual act of worship? എന്താണ് യഥാർത്ഥമായ ആത്മീക ആരാധന? Come on, let's reread it. ആമേൻ. ഒന്നുകൂടെ നമുക്കത് വായിക്കാം. Okay, what is that? Brothers, and in view of God's mercy, to
offer your bodies as living sacrifice. That is the act of worship. ആമേൻ. നിങ്ങളുടെ ശരീരത്തെ ജീവനുള്ള യാഗമായി സമർപ്പിക്കുക, അതാണ് യഥാർത്ഥമായ ആരാധന. What does that mean? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? Offering your body. ആമേൻ. നിങ്ങളുടെ ശരീരത്തെ തന്നെ ഓഫർ In ചെയ്യുക. other translation it is written presenting your body. മറ്റ് തർജ്ജിമകളിൽ നിങ്ങളുടെ ശരീരത്തെ തന്നെ അത് അവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുക. The word used for presenting or offering is the same word that Luke used in Gospel of Luke chapter 2 and 3. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 2-3 അധ്യായത്തിൽ അവിടെ ഉപയോഗിച്ച അതേ പദം തന്നെയാണ് ഇവിടെ നമ്മൾ യാഗമായി അർപ്പിക്കുക എന്ന് ഉപയോഗിക്കുന്നത്. Joseph and Mary presented Jesus in the temple on the 8th day. ആമേൻ. 8ാം ദിവസം യോസേഫും മറിയയും യേശുവിനെ ശിശുവായ യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിച്ചു. Jesus was presented. ഇതാ യേശുവിനെ സമർപ്പിക്കുകയാണ്. It is the same Hebrew word where Hannah presented Samuel. അതേ ഹെബ്രായ പദമാണ് പഴയ നിയമത്തിൽ ഹന്ന ശമൂവേൽ ബാലനെ സമർപ്പിച്ചപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. Same word is used here. ആമേൻ. അതേ പദം തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. Calvary Assembly. കാൽവറി അസംബ്ലി. I want to remind you ഒരു again. കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ. It's not a big thing to have 4,000 and 5,000 people sitting in church. ആമേൻ. 4000-ഓ 5000 പേര് സഭയിലിരിക്കുന്നതിലല്ല. That is not the real worship. അതല്ല യഥാർത്ഥമായ The ആരാധന. real worship is യഥാർത്ഥമായ ആരാധന even when we are just 10 and 20 people, ആമേൻ 10-20 പേര് മാത്രമേ ഉള്ളെങ്കിലും presenting your body, നാം നമ്മുടെ ശരീരത്തെ offering yourself നമ്മൾ നമ്മളെ തന്നെ as an act of worship. ഒരു ആരാധന എന്ന രീതിയിൽ You know സമർപ്പിക്കുന്നതാണ്. what does that mean? എന്താണ് അതുകൊണ്ട് That ഉദ്ദേശിക്കുന്നത്? means I am sold out. ഞാൻ അതിനർത്ഥം ഞാൻ എന്നെ തന്നെ I am sold വിട്ടുകളയുകയാണ്. out. ഞാൻ എന്നെ തന്നെ Not a വിട്ടുകളയുകയാണ്. single part of mine is available to the world. ആമേൻ. ഈ ലോകത്തിന് വേണ്ടി എന്റെ ഒരു അംശം പോലും ഞാൻ My കൊടുക്കുന്നില്ല. eyes are not available. എന്റെ കണ്ണ് ലോകത്തിന് My വേണ്ടിയല്ല. ears are not എന്റെ available. കാതുകൾ അതിനു My വേണ്ടിയല്ല. tongue is not എന്റെ available. നാവ് അതിനു My വേണ്ടിയല്ല. feet are not എന്റെ available. കാലുകൾ അതിനു My വേണ്ടിയല്ല. hands are not എന്റെ കരങ്ങൾ available. അതിനു I വേണ്ടിയല്ല. am fully sold off ഞാൻ പൂർണ്ണമായി ദൈവത്തിന് വേണ്ടി for വിറ്റപ്പെട്ടു. Jesus Christ. യേശുവിന് വേണ്ടി. Church, I want to see a church like this. അപ്രകാരമുള്ള സഭയാണ് ഞാൻ I want to ആഗ്രഹിക്കുന്നത്. see a Calvary like that. അപ്രകാരമുള്ള ഒരു കാൽവറി അസംബ്ലിയാണ് കാണുന്നത്. I don't want a worship of 4 hours. ആമേൻ. 4 മണിക്കൂറത്തെ ആരാധനയല്ല. I don't want a worship of 10 minutes. 10 മിനിറ്റത്തെ ആരാധനയുമല്ല. It's not about singing song. പാട്ട് പാടുന്നതിലല്ല. It's not about clapping hands. കരങ്ങൾ അടിക്കുന്നതിലുമല്ല. It's not about music. ആമേൻ. മ്യൂസിക് Yes, we need all these things. ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. But the real act of spiritual worship, പക്ഷേ യഥാർത്ഥമായ ആത്മീക ആരാധന offering your body. നമ്മുടെ ശരീരത്തെ Can I യാഗമായി get somebody അർപ്പിക്കുക. here today? എത്ര പേർക്ക് പറയാൻ കഴിയും? You are sitting here. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു. Many of you are physically sitting here. നിങ്ങൾ ശാരീരികമായി ഇവിടെ ഇരിക്കുന്നു. Some of you are still running out in Gwinnett County. ആമേൻ. പക്ഷേ ചിലവർ ഇപ്പോഴും മനസ്സുകൊണ്ട് ഗുണറ്റിൽ ഓടി നടക്കുകയാണ്. Your body is here. നിങ്ങളുടെ ശരീരം എവിടെ ഇരിപ്പുണ്ട്? Some of you are running in some job place. ആമേൻ. ജോലി സ്ഥലങ്ങളിൽ മനസ്സോടി Some നടക്കുകയാണ്. of you are still in India. ആമേൻ. ചിലർ ഇപ്പോഴും നാട്ടിലായിരിക്കുന്നു. എവിടൊക്കെയോ കറങ്ങി നടക്കുക. ആമേൻ. Still wandering somewhere. Physically you are here. ആമേൻ. ശരീരമായി ഇവിടെ ഇരിപ്പുണ്ട്. Hey, Bible, I cannot judge you. ആമേൻ. എനിക്ക് നിങ്ങളെ വിധിക്കാൻ കഴിയില്ല. I cannot judge you. എനിക്ക് നിങ്ങളെ ആരെയും വിധിക്കാൻ But കഴിയില്ല. remember one thing. പക്ഷേ ഒരു കാര്യം There is ഓർക്കുക. a God ഒരു ദൈവമുണ്ട്. who knows the deep things of your heart. നമ്മുടെ ഹൃദയത്തിന്റെ ആന്തരികങ്ങളെ Who അറിയുന്ന knows the ദൈവം. deep things of your mind. നമ്മുടെ മനസ്സിന്റെ ആന്തരികങ്ങളെ അറിയുന്ന ദൈവം. Are you giving yourself completely to the Lord? പൂർണ്ണമായി നമ്മളെ തന്നെ Can I ദൈവകരങ്ങളിലേക്ക് get a ഏൽപ്പിക്കുന്നു. good amen here? നല്ലൊരു ആമേൻ കേൾക്കുവാൻ I കഴിയുമോ? want to challenge this church. ഒരു കാര്യം ഞാൻ സഭയോട് വിളിച്ചു ചോദിക്കട്ടെ. Let us not be very happy about the attendance here. ആമേൻ. ഇവിടെ അറ്റൻഡൻസ് ലഭിക്കുന്നതിൽ Let സന്തോഷിക്കുകയല്ല. us not be very happy about people flowing here. ഒരുപാട് ജനം വന്ന് കൂടുന്നതിലല്ല. I am a prophet of God. ആമേൻ. ഞാൻ ദൈവത്തിന്റെ And I want പ്രവാചകനായി to call on to every Calvarian. ഇവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തിയോടും വിളിച്ചു It's പറയട്ടെ. not about the numbers. ആമേൻ. നമ്പറുകളിൽ Can ഒരിക്കലുമല്ല. we come to the basics of worship? ആമേൻ. ആരാധനയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള Like വസ്തുതകൾ first കടന്നു century വരുമ്പോൾ worship happened. 1-ാം നൂറ്റാണ്ടിൽ ആരാധന They were പ്രകാരമായിരുന്നു. sold off. ആമേൻ. അവർ പൂർണ്ണമായി ദൈവത്തിന് വേണ്ടി ഒന്ന് വിറ്റു. ദൈവത്തെ സ്തുതിക്കാൻ Can we പറ്റുമോ? just worship God? നമ്മുടെ ആരാധനകൾ അങ്ങനായി മാറണം. Let our worship become like that. ഈ മിന്നി നടക്കുന്ന ആരാധനകളല്ല. Not just that we are just ഒന്ന് twinkling സ്തോത്രം worship. ചെയ്യാൻ പറ്റുമോ? Amen. Can we just നിങ്ങൾ praise ഞാൻ God? 2024 വർഷങ്ങൾക്ക് മുമ്പുള്ള ആരാധനയിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകട്ടെ. I want to take you back to the worship that was 2024 years അവർ back. പാട്ടുകൾ പാടി They sang songs. അവിടെ ആരാധിച്ചു. They worship. പക്ഷേ അതിനേക്കാൾ ഉപരി But much more than അവർ that. അവരെ തന്നെ ദൈവകരങ്ങളിലേക്ക് കൊടുത്തു. But they give themselves in the hands of ദൈവം
ദൈവമക്കളെ God. നമ്മളെ സ്വാധീനിക്കുന്നത് എന്താ? I mean, what is influencing us? എന്താ നമ്മളെ സ്വാധീനിക്കുന്നത്? influencing us? സ്വാധീനിക്കുന്ന ഈ ലോകത്തിന്റെ I മോഹങ്ങളാണോ? mean, is this the glitz and ഈ glamour of the world? ലോകത്തിലെ കാര്യങ്ങളാണോ? Or is it any things of this world? അതെല്ലാം ചെയ്തിട്ട് I mean, after doing all ഒരു of that, 10 മിനിറ്റ് ഇവിടെ തരുന്നതിൽ I mean, after giving 10 അതിനെ minutes over ദയവായി here, ആരാധന എന്ന് പറയല്ലേ. please don't call that as a അതിനെ worship. ആരാധന എന്ന് Please പറയല്ലേ. don't call that as a worship. ആരാധന എന്ന് പറയുന്നത് I mean, what is worship? ദൈവമായിട്ടുള്ള ബന്ധമാണ്. It is a relationship with your ദൈവമായിട്ടുള്ള Heavenly ബന്ധമാണ്. Father. It is a relationship കാൽവരി with Him. ക്രൂശിൽ അവൻ എനിക്ക് വേണ്ടി പിടഞ്ഞ് മരിച്ചത് കൊണ്ട്, I mean, just because He died for me on the cross കാൽവരി of ക്രൂശിൽ Calvary, അവൻ എനിക്ക് വേണ്ടി മരിച്ചത് He കൊണ്ട് died for me on the cross of ഇനി Calvary. ഞാൻ എനിക്കുള്ളവനല്ല, And now I don't belong to ഞാൻ myself. അവനുള്ളവൻ, I belong to അവൻ Him. എനിക്കുള്ളവൻ. And He for me. ഇതിന്റെ അപ്പുറം വേറൊരു ബന്ധമില്ല. And beyond this is no എല്ലാ other relationship. ബന്ധങ്ങളെക്കാട്ടിലും ഉപരി നിൽക്കുന്ന ഒരു ബന്ധമുണ്ടെങ്കിൽ അത് യേശുവുമായിട്ടുള്ള ബന്ധമാ. അത് വിശ്വസിക്കുന്ന ജനം ഇവിടെ ഉണ്ടെങ്കിൽ അവരെ കരങ്ങൾ തട്ടി ദൈവത്തെ വാസ്തവമായി ഹൃദയങ്ങൾ തുറന്ന് ആരാധിച്ചത്. Can we just open up our heart truly and worship God? If you can boldly say, there is no other relationship but a Hallelujah. relationship with my Heavenly Father. The spiritual act of worship. Amen. ആരാധനയുടെ ആത്മീക രീതി. And I want to let you know, ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ. 99% of the worship that you see around, that you watch around, that you enjoy around is not the spiritual act of worship. 99% നിങ്ങൾ ചുറ്റോടി ചുറ്റും കാണുന്ന ആരാധനയൊന്നും ആത്മീക ആരാധനയല്ല. Amen. Hallelujah. Lord is directing me differently from this point. Amen. ഇവിടുന്ന് വ്യത്യസ്തമായ രീതിയിൽ ദൈവം എന്നെ നയിക്കുന്നുണ്ട്. My points are there, slides will be there, that's fine. Let me go. The Spirit of the Lord is leading me to a different direction. Amen. മറ്റൊരു രീതിയിലാണ് പരിശുദ്ധാത്മാവിനെ ഇന്ന് പകൽക്കാലം And I നയിക്കുന്നത്. want to let you know, ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ. the Spirit of God is dealing here. Amen. ഇവിടെ പരിശുദ്ധാത്മാവ് ചിലരോട് ഇടപെടുകയാണ്. He is not interested in how much you give. Amen. എത്ര കൊടുക്കുന്നു എന്നതിലല്ല. He is not interested in how much you come here. Amen. നിങ്ങൾ എത്ര പ്രാവശ്യം ഇവിടെ സഭയിൽ He is വരുന്നതെന്നല്ല. not interested how many hours you practice here. Amen. എത്ര മണിക്കൂർ നിങ്ങൾ ഇവിടെ പ്രാക്ടീസ് ചെയ്തെന്നല്ല. He is not interested in how many hours I prepare this. Amen. എത്ര മണിക്കൂർ എടുത്ത് ഞാൻ ഇത് He is തയ്യാറാക്കിയൊന്നുമല്ല. interested in you. Amen. നിങ്ങൾ ഓരോരുത്തരിലുമാണ് He ദൈവം is not സാധിക്കുന്നത്. interested in your money. Amen. നിങ്ങളുടെ ധനത്തിലല്ല He is ആഗ്രഹിക്കുന്നത്. not interested in your suit. നിങ്ങളുടെ വസ്ത്രത്തിലല്ല He ദൈവം is നോക്കുന്നത്. interested in you. നിങ്ങളിലാണ് ദൈവം My brother, നോക്കുന്നത്. he is interested in you. പ്രിയ സഹോദര, നിങ്ങളാണ് God ദൈവം is not ആഗ്രഹിക്കുന്നത്. interested in any organization. അവൻ ദൈവം ഒരു ഓർഗനൈസേഷനിലുമല്ല God is ആഗ്രഹിക്കുന്നത്. not interested in Calvary name. അവൻ കാൽവറി എന്ന പേരിലല്ല ദൈവം God നോക്കുന്നത്. is interested in you. അവൻ ഓരോ വ്യക്തി ജീവിതങ്ങളെയാണ് He ദൈവം wants നോക്കുന്നത്. you, my brother. പ്രിയ സഹോദര, അങ്ങേ He ആവശ്യമാണ്. wants you, my sister. പ്രിയ സഹോദരി, അങ്ങേ ദൈവം ആഗ്രഹിക്കുന്നു. What good? I am arguing whole day about something and I am not completely sold off to Christ. ഞാൻ ഏതോ ഒരു വിഷയത്തിന് വേണ്ടി ഒരു ദിവസം മൊത്തം ആർഗ്യൂ ചെയ്തിട്ട് പക്ഷെ ഞാൻ എന്നെ തന്നെ ദൈവത്തിന് കൊടുത്തില്ലെങ്കിൽ I'm arguing, Danny is not good. ആമേൻ ഡാനി കൊള്ളത്തില്ലെന്ന് ഞാൻ Oh, പറയുക. I'm arguing, Danny, you are of no good. ആമേൻ ഡാനി നീ ഒറ്റനും കൊള്ളത്തില്ല. Oh, I'm arguing that, oh, church, this building is not good. ആമേൻ ഈ സഭയുടെ കെട്ടിടം കൊള്ളത്തില്ല. I can do 1,000 hours of argument. ആയിരക്കണക്കിന് മണിക്കൂർ എടുത്ത് Lord is എനിക്ക് not argue ചെയ്യാം. interested in that. പക്ഷെ അതിലൊന്നുമല്ല ദൈവം Where പ്രസാദിക്കുന്നത്. are you? ആമേൻ അങ്ങ് എവിടെ Where ആയിരിക്കുന്നു? is your body? ആമേൻ നിങ്ങളുടെ ശരീരം Where എവിടെയാണ്? is your spirit? നിങ്ങളുടെ ആത്മാവ് എവിടെയാണ്? Where are your eyes? നിങ്ങളുടെ കണ്ണുകൾ എവിടേക്കാണ്? Where are you giving your ears? നിങ്ങളുടെ കാതുകൾ എങ്ങോട്ടാണ്? Where are you giving your memory? നിങ്ങളുടെ ചിന്ത Where എങ്ങോട്ടാണ്? are you walking നിങ്ങൾ around? നടന്നു പോകുന്നത് എങ്ങോട്ടാണ്? What are you doing? നിങ്ങൾ എന്താണ് പ്രവർത്തിക്കുന്നത്? God is asking you, can you give yourself to me? ആമേൻ പൂർണ്ണമായി എങ്കിലേക്ക് ഏൽപ്പിച്ചു തരാൻ Before you കഴിയുമോ? give your music, നിങ്ങളുടെ വാദ്യോപകരണങ്ങൾ തരുന്നതിന് മുമ്പേ, before you give your sermon, നിങ്ങളുടെ പ്രസംഗം തരുന്നതിന് മുമ്പേ, before you speak this song, ആമേൻ ഈ പാട്ട് പാടുന്നതിന് മുമ്പേ, can I have you? ആമേൻ നിങ്ങളെ തന്നെ തരാൻ കഴിയുമോ? This is just like some kids who lives in houses, ആമേൻ ഭവനത്തിൽ താമസിക്കുന്ന ചില കുഞ്ഞുങ്ങളെ പോലെ, who has no connection with parents. ആമേൻ മാതാപിതാക്കളുമായി ഒരു ബന്ധവുമില്ല. They come in, അവർ വരുന്നു, they go out. അവർ പോകുന്നു. It's like a hotel room for them. ആമേൻ അവർക്ക് അത് വെറും ഒരു ഹോട്ടൽ റൂം പോലെ. They just come in, അവരെപ്പോഴോ വരുന്നു, they do their stuff, അവരെന്തൊക്കെയോ and ചെയ്യുന്നു, they go back. അവർ തിരിച്ചു മടങ്ങി പോകുന്നു. No connection. ഒരു ബന്ധവുമില്ല. Or are they living in? അവരവിടെ ജീവിക്കുന്നുണ്ടോ? Yes. തീർച്ചയായിട്ടും അവിടെയാണ് Are they breathing in? അവർ ശ്വസിക്കുന്നുണ്ടോ? Yes. തീർച്ചയായിട്ടും. God doesn't want that kind of kids in church. അപ്രകാരമുള്ള കുഞ്ഞുങ്ങളെയല്ല ദൈവസഭയിൽ He ആഗ്രഹിക്കുന്നത്. wants someone to come and sit. ആമേൻ ഒരുമിച്ച് വന്ന് ഇരിക്കുന്ന Sit കുഞ്ഞുങ്ങളെയാണ്. and talk with me. ആമേൻ എന്നോട് വന്ന് സംസാരിക്കുക. Sit and talk with me. എന്നോട് വന്ന് Hey, come on, church, സംസാരിക്കുക. sit and talk with me. സഭയെ എന്നോട് വന്ന് Every morning സംസാരിക്കുക. to talk with me. എല്ലാ പകലും പ്രഭാതവും The എന്നോട് വന്ന് Spirit of the സംസാരിക്കുക. Lord is asking me to ask this question. ആമേൻ ഈ ഒരു ചോദ്യം സഭയോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. When was the last time you read the word of God? എപ്പോഴാണ് അവസാനമായി ഈ ദൈവവചനം തുറന്നു When was വായിച്ചത്? the last time you prayed alone with God? ആമേൻ എപ്പോഴാണ് അവസാനമായി ഏകയായിരുന്നു ദൈവത്തോട് Hey, come on, church, are you sold off? ആമേൻ സഭയെ നിങ്ങൾ And ദൈവത്തിന് you വേണ്ടി claim that you're കൊടുത്തിട്ടുണ്ടോ? worshiping Lord? ആമേൻ എന്നിട്ട് നിങ്ങൾ
പറയുകയാണ് നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു You're saying you're worshiping Lord. ആമേൻ ദൈവത്തെ ആരാധിക്കുന്നുവെന്ന് दोस्तों मैं आपसे एक बात कहना चाहूंगा और इस बात को मैं जाहिर करना चाहूंगा कि जब खुदा की आराधना करते हैं तो गीत गाने से बढ़कर, प्रचार करने से बढ़कर, दुनिया की सारी बातों से बढ़कर खुदा आपको चाहता है, आपसे बढ़कर कुछ और नहीं चाहता. Amen. Dear friends, let me tell you, you do all those things, but have you given yourself for God? Spiritual act. ആമേൻ ആത്മീയമായ ആരാധന. I want to tell you, ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ, all the programs that we make, നാം ചെയ്യുന്ന സകല പ്രോഗ്രാമുകൾ, all the schedules that we make, നമുക്കുള്ള സകല സ്കെഡ്യൂളും, yeah, I make the schedule for this worship service ആമേൻ ഈ ആരാധനയ്ക്ക് വേണ്ടി ഞാൻ സ്കെഡ്യൂൾ തയ്യാറാക്കാറുണ്ട്. so that it will go well. ആമേൻ അത് നന്നായി ക്രമത്തിൽ പോകുവാൻ വേണ്ടി. My God is not interested in that. പക്ഷേ അതിലല്ല ദൈവം പ്രസാദിക്കുന്നത്. God is saying, ദൈവം നോക്കുമ്പോൾ, when somebody walks in, ആരെങ്കിലും ഇത് വാതിൽ കൂടി കടന്നു വരുമ്പോൾ, some of you walks in to show that I am here. ആമേൻ ചിലർ കടന്നു വരുന്നത് ഞാൻ ഇവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ. A checking team does a checking. ആമേൻ ചെക്കിൻ ടീമുകാർ അവർ ചെക്ക് ചെയ്യും. Then whole time they are outside. പക്ഷേ മുഴുവൻ സമയം അവർ വെളിയിൽ എവിടെയോ ആയിരിക്കും. And then few time they come ആമേൻ inside. എപ്പോഴോ അവർ ഒന്ന് ഇടയ്ക്ക് ഒന്ന് അകത്ത് വരും. Some people just want to show that I am here. ആമേൻ ചില ആൾക്കാർ അങ്ങനെ കാണിക്കാൻ വേണ്ടി വരുന്നുണ്ട്. When Lord sees you, പക്ഷേ ദൈവം നോക്കുമ്പോൾ He's not concerned about what time you came ആമേൻ in. ഏത് സമയത്ത് നിങ്ങൾ വന്നെന്നല്ല. He's not concerned about whether your checking is done or not. ആമേൻ നിങ്ങളെ ചെക്ക് ചെയ്തോ ഇല്ലയോ എന്നല്ല ദൈവം നോക്കുന്നത്. Are you sold off? ആമേൻ നിങ്ങൾ പൂർണ്ണമായി ദൈവത്തിന് വേണ്ടി Can സമർപ്പിക്കണം. I ask this church സഭയോട് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, to be, present yourself? ആമേൻ നമ്മെ തന്നെ, Would you offer yourself? നമ്മെ തന്നെ യാഗമായി ഒന്ന് അർപ്പിക്കാൻ Before I കഴിയുമോ? go further, ഞാൻ മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് how many people can I see എത്ര പേർക്ക് അത് പറയുവാൻ കഴിയും? who genuinely would like to offer? യഥാർത്ഥമായി നമ്മളെ തന്നെ ഒരു യാഗമായി അർപ്പിക്കുവാൻ കഴിയുമോ? I offer myself. ഞാൻ എന്നെ തന്നെ യാഗമായി അർപ്പിക്കുന്നു. യാഗത്തിലൊന്ന് അർപ്പിക്കുക. ആമേൻ to offer as a One sacrifice. who is offered ആമേൻ ഇത് ആരെയാണോ അർപ്പിക്കുന്നത്, cannot run away from altar. ആമേൻ ഇത് യാഗപീഠത്തിൽ നിന്ന് ഓടിപ്പോകാൻ കഴിയില്ല. Cannot run away from altar. യാഗപീഠത്തിൽ നിന്ന് ഓടിപ്പോകാൻ കഴിയില്ല. Sold off. പൂർണ്ണമായി വിറ്റുകൊടുത്തേക്കാണ്. Like Isaac was bound ആമേൻ ഇസഹാക്കിനെ വരിഞ്ഞു മുറിച്ചതുപോലെ and was laid on the ഇത് altar. യാഗപീഠത്തിൽ കിടത്തി. No turning back. പിന്നെ തിരിഞ്ഞു നോട്ടമില്ല. Jesus went on to the cross. കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിലേക്ക് He പോയി. was presented in the temple, ആമേൻ ഇതാ ദൈവാലയത്തിൽ സമർപ്പിക്കുവാനിടയായി. offered on the cross. കാൽവരി ക്രൂശിൽ അത് Let യാഗമായി me അർപ്പിക്കുവാനിടയായി. repeat it. ആമേൻ ഒന്നുകൂടെ ഞാൻ ഒന്ന് എടുത്തു When you're പറയട്ടെ. presented in the temple, ആമേൻ ദൈവാലയത്തിൽ ഇത് സമർപ്പിക്കുമ്പോൾ that means you're offered on the cross. കാൽവറി ക്രൂശിൽ നിങ്ങൾ അത് യാഗമായി അർപ്പിക്കപ്പെടുകയാണ്. Calvary Assembly. പ്രിയ കാൽവറി അസംബ്ലി, God doesn't want a social setup here. ആമേൻ ഇവിടെ എന്തോ ഒരു സോഷ്യൽ സെറ്റപ്പ് അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. Churches are not social setup. ആമേൻ ദൈവാലയം എന്ന് പറയുന്നത് അത് സോഷ്യൽ സെറ്റപ്പ് അല്ല. First purpose is ആമേൻ ഇവിടുത്തെ ഒന്നാമത്തെ പദ്ധതി ഇതാണ്. spiritual act of worship. ആമേൻ ഇവിടെ ആത്മീകമായ A group of ആരാധനയാണ്. people, ഒരു കൂട്ടം ജനം, a bunch of people ഒരു കൂട്ടം ജനം who will say, I am sold off for Christ. ഞാൻ ക്രിസ്തുവിന് വേണ്ടി സോൾഡ് ഔട്ട് ആണ് പറയുന്നത്. When you are sold off for Christ, നാം ക്രിസ്തുവിന് വേണ്ടി പൂർണ്ണമായി സോൾഡ് ഔട്ട് ആവുമ്പോൾ you are transformed. നാം രൂപാന്തരപ്പെടുവാനിടയാകും. You are transformed. നാം Your രൂപാന്തരപ്പെടുവാനിടയാകും. minds are renewed. നമ്മുടെ മനസ്സ് ഈ രൂപാന്തരപ്പെടുവാനിടയാകും. രണ്ട് വിഷയം നടക്കുമ്പോൾ I mean, when these two things happen, ദൈവം തന്റെ പദ്ധതി നമ്മുടെ മുമ്പിൽ വെക്കും. that is when God will put His plan before us. ഞാൻ ഇന്ന് വിളിച്ചു പറയട്ടെ, When we say this, ഇന്നും പദ്ധതിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടോ? I mean, even if today you're waiting for the plan, Are you wondering why you are in Georgia? I mean, എന്തുകൊണ്ടാണ് ഞാൻ ജോർജിയയിൽ വന്നത്? Are you wondering why you moved into this place? എന്തുകൊണ്ട് ഞാൻ ഇവിടേക്ക് വന്നു? Why I am sitting in this church today and hearing this man? ഞാൻ എന്ത് ഈ സഭയിൽ ഇരുന്നു കൊണ്ട് ഈ വ്യക്തിയുടെ പ്രസംഗിക്കുന്ന എന്തുകൊണ്ട് The ചിന്തിക്കുന്നവരുണ്ടോ? plan is not to warm your chairs. ആമേൻ ഈ ഇരിപ്പിടങ്ങൾ ചൂടാക്കാൻ വേണ്ടിയല്ല. No, God did not bring you to warm these chairs. ആമേൻ ഇവിടെ ഇരിക്കുന്ന കസേരകളൊന്ന് ചൂട് പിടിപ്പിച്ചിട്ട് പോകാനല്ല. God is preparing you for eternity. ആമേൻ നിത്യതയ്ക്ക് വേണ്ടി ദൈവം നമ്മളെ ഒരുക്കുകയാണ്. His ultimate aim is not to have great mansions for you. ആമേൻ നമുക്ക് വേണ്ടി വലിയ കൊട്ടാരങ്ങൾ നൽകി തരാനല്ല ദൈവത്തിന്റെ No, പദ്ധതി. God is not concerned how much money you are making. ആമേൻ നിങ്ങൾ എത്ര ധനം സമ്പാദിക്കുന്നു എന്നല്ല ദൈവം He is നോക്കുന്നത്. concerned for you. ആമേൻ നമ്മൾ ഓരോരുത്തരിലുമാണ് ദൈവം If you ആഗ്രഹിക്കുന്നത്. have presented your body, നാം നമ്മെ തന്നെ യാഗമായി അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ you will see yourself in eternity. ആമേൻ നാം നമ്മെ തന്നെ നിത്യതയിലും കാണപ്പെടും. ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ Can we പറ്റുമോ? just praise God? സ്തുതിക്കാൻ പറ്റുമോ? Can we just praise God? എല്ലാ ആർഗ്യുമെന്റ്സും വിട്ടുകൊണ്ട്, Can we keep away all എല്ലാ arguments? ഫീലിംഗ്സും മാറ്റിക്കൊണ്ട്, Keep away all emotions. എനിക്കറിയാം ജോലി തിരക്കൊക്കെ നിങ്ങളെ, I know we all have business of our നിങ്ങളുടെ schedule. ജോലി തിരക്കൊക്കെ അറിയാം. I know we all have busy മക്കളും schedule. കൊച്ചുമക്കളും അവരോടുള്ള പ്രാരാബ്ദങ്ങളും എനിക്ക് We all നിങ്ങൾക്കറിയാം. will
know all the responsibility to our children and grandchildren. പക്ഷെ ദൈവം നിങ്ങളെ നോക്കുമ്പോൾ But when God എന്നോട് looks മറുപടി at പറയണ്ട. us, you don't have to answer to me. എന്നോട് മറുപടി പറയാൻ വേണ്ട. You don't have to ever answer to me. പക്ഷെ ദൈവത്തോട് ഒരു മറുപടി പറയണം. But you need to be answerable to God. ദൈവം നിങ്ങളെ നോക്കുമ്പോൾ When God looks at you, വാസ്തവമായി പൂർണ്ണമായി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നിങ്ങളെ കിട്ടിയിട്ടുണ്ടോ? have you truly given into the hands ഞാൻ of എൻ്റെ കൈ God? കൊടുത്തിട്ടുണ്ട്. I mean, I have given my hand, പക്ഷെ ഈ കാല് വലിച്ചുകൊണ്ടിരിക്കുക മറ്റടുത്ത്. but I have put my leg somewhere. എന്റെ നടപ്പ് ഇങ്ങനെയായി പോയി. എന്റെ നടപ്പല്ല ഇങ്ങനെയാണ്. കാരണം ഇവിടെ പിടിച്ചിട്ടുണ്ടെന്ന് അതും സംഭവം പോയിട്ടില്ല. I mean, I have held on to Christ, but I have not left what I have hold on to before. Next verse. Amen. അടുത്ത വാക്യം 1 Peter chapter 4 verse 2. ഒന്ന് പത്രോസ് Let's read now. നാലാം അധ്യായം ഇത്ര- രണ്ടാം വാക്യം. Since you know this now, Amen. ഇത് നാം അറിഞ്ഞതിന് ശേഷം next അടുത്തത്. from come on let's read loud. From now on then you must live the rest of your earthly life controlled by God's will, not by human passion. വായിക്കുന്നത് മാത്രമല്ല ഇതിനോട് ആമീൻ പറയാൻ നല്ല ചങ്കുറ്റമുള്ളവർ Not just കരങ്ങൾ ഉയർത്തി ആമീൻ പറയാം. not just reading this, but we need to have the boldness to say amen to it. Can we just loudly say amen? Amen. Amen. I have decided myself. Amen. ഞാൻ സ്വയമേ ഒരു തീരുമാനമെടുത്തു. Any argument, Amen. ഏത് ആർഗ്യുമെന്റ് ആണെങ്കിലും, any argument in the days to come, Amen, വരാനുള്ള ദിവസം ഏത് ആർഗ്യുമെന്റ് ആണെങ്കിലും, that is going to challenge my eternity, എന്റെ നിത്യതയെ അത് വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ I will be silent. ഞാൻ അവിടെ മൗനമായിരിക്കും. I've decided myself. ഞാൻ സ്വയമേ ഒരു I'm തീരുമാനമെടുത്തു. not going to give answer. ഞാൻ അതിന് ഒരു മറുപടിയും കൊടുക്കാൻ I പോകുന്നില്ല. decided myself. ഞാൻ സ്വയമേ ഒരു തീരുമാനമെടുത്തു. Never, even if it's an argument about church, അത് സഭയെക്കുറിച്ചുള്ള ഒരു ചർച്ച argument about anything, അത് മറ്റേ എന്ത് ആർഗ്യുമെന്റ് ആണെങ്കിലും I've decided and told myself ഞാൻ തീരുമാനമെടുത്ത് എന്നോട് തന്നെ പറയുവാനിടയായി. that is not my work. അമേൻ. അത് എന്റെ ജോലിയല്ല, It is God's. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. He will take care of it. ദൈവം അത് ചെയ്തെടുത്തോളും. പക്ഷേ എന്റെ ഇത് നിമിത്തം അമേൻ. Just because of me, എന്റെ നിത്യത ഞാൻ ഇനി ഒരു കാരണവശാലും ജപ്പാടിയിലാക്കില്ല. I will not jeopardize my eternity for any arguments. എത്ര എന്നോടൊപ്പം പറഞ്ഞിരിക്കാം. How many of us can stand ഇത് along with me and കുടുംബത്തിലെ say, കലഹമായിക്കോട്ടെ, Amen, whether it may be an argument in the family സഹോദരന്മാർ or തമ്മിലായിക്കോട്ടെ, among brothers സഹോദരിമാർ or തമ്മിലായിക്കോട്ടെ, maybe among sisters, നിത്യതയെ ബാധിക്കുന്ന ഒന്നും നമ്മുടെ ഇടയ്ക്ക് വരല്ലേ. let us not hold on to anything that takes away our eternity. കുഞ്ഞുങ്ങളോടുള്ള വഴക്കുമായിക്കോട്ടെ, I mean, maybe it is an argument with your കുഞ്ഞുങ്ങളെ children, ശരിയാക്കുന്ന or വിഷയമായി, maybe correcting your children. നിന്നെ നിത്യത ബാധിക്കുന്ന ഒരു വാക്ക് But if it is something that takes away ഈ നാവിൽ eternity, നിന്ന് പുറത്തു പോകാതിരിക്കുവാൻ and if any word comes out of your mouth, സമർപ്പണമുള്ള കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് how many ഉയർത്തി. of you want to surrender yourself for that? Can you read this in Malayalam? I mean, മലയാളത്തിൽ ഒന്ന് വായിച്ച് സഹായിക്കാമോ? ജഡത്തോട് ശേഷിച്ചിരിക്കുന്ന കാലം ഇനിയും മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല. മലയാളത്തിൽ മനസ്സിലായവര് ഈ വചനത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇലക്ട്രോണിക് ബൈബിൾ ആയിക്കോട്ടെ, ഏത് ബൈബിൾ ആയിക്കോട്ടെ, ഒന്ന് എഴുന്നേറ്റ് പിടിച്ചെന്ന്. I mean, if you have read the words and if you have understood, can you just lift up the holy word? Stand and lift up the holy വിശ്വസിക്കാൻ word, പറ്റുമോ? whether it may be electronic or the word of How many God. of you can promise to yourself? I mean, എത്ര പേർക്ക് ഇന്ന് ഈ വചനം ഒന്ന് പ്രോമിസ് ചെയ്യാൻ പറ്റുമോ? സ്വയമേ ഒരു വാഗ്ദത്തത്തിൽ ഒന്ന് And ഏർപ്പെടാൻ can പറ്റുമോ? we lift this Bible and say, ഈ വചനം ഉയർത്തിക്കൊണ്ടെന്ന് പറയുവാൻ കഴിയുമോ? from now, ഇന്ന് മുതൽ, come on, from now ഇന്ന് മുതൽ, on then, ആമേൻ, ആ ദിവസം വരെ say, ഞാൻ I will live the rest of my earthly life controlled by God's will and not by ശേഷിച്ചിരിക്കുന്ന ജഡത്തിലുള്ള ഈ ജീവിതത്തിൽ ഞാൻ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ജീവിക്കും. ഈ ലോകത്തിൽ വാദിച്ച് ജയിക്കാൻ പറ്റുമായിരിക്കും. I mean, you might be able to argue and win over പക്ഷേ things in this world. നിത്യത ലൂസ് ആയി കഴിഞ്ഞാൽ But if you lose your eternity, വാദിക്കാൻ ഒന്നും കാണത്തില്ല there is സഹോദരിമാരെ. nothing that you can argue there. ഞാൻ നിങ്ങളെ നിത്യതയ്ക്ക് വേണ്ടി I ഒരുക്കുന്നത്. am preparing you for eternity, my ഞാൻ friend. എപ്പോഴും പ്രസംഗിക്കുമ്പോൾ നിങ്ങളോട് ഒരു കാര്യം പറയാറുണ്ട്. Whenever I preach, I say this. അടുത്ത ആഴ്ച ഞാൻ ഇവിടെ നിൽക്കുമെന്ന് ഗ്യാരണ്ടി I ഇല്ല. have no guarantee that next week I'll stand before you. എനിക്കൊരു അർജൻസി കുറെ നാളുകളായിട്ട് തോന്നുന്നുണ്ട്. I mean, I feel an urgency for a very ആ long time. അർജൻസി ഇപ്പോഴുമുണ്ട്. And even today I have that urgency. അതുകൊണ്ട് മണിക്കൂറുകൾ ഇരുന്നാലും എത്രയും പഠിപ്പിക്കാൻ പറ്റും അത്രയും പഠിപ്പിക്കുന്നു. നാളെ ഞാൻ എൻ്റെ നാഥന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് ഒരു കാരണവശാലും അവന്റെ മുമ്പിൽ ലജ്ജിതരായി നിൽക്കാൻ ആഗ്രഹമില്ല. അറിയാവുന്ന സത്യങ്ങൾ
തുറന്ന് വിളിച്ച് പറയുവാൻ Hallelujah. എന്നും ഞാൻ ബാധ്യസ്ഥന. നാളെ എനിക്കുണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. ഉള്ള ദിവസം മനുഷ്യനെ പ്രസാദിപ്പിക്കാതെ ദൈവത്തിന് പ്രസാദം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്റെ സഭയോട് ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, നിത്യതയല്ലാതെ വേറെ ഒന്നും ചിന്തിക്കല്ലേ. Please do not take this as a prepared sermon. This is the voice of the Lord coming unto you. Amen. This morning I want to request each and everyone that when I stand before the Lord, I don't want to be ashamed, but the time that I have, I bring the true word before you, and let's surrender before that. Every week I live and I have this, and I'm saying this on live, I know. Every week I live this way, where I have a feeling I will not have the next week in front of me. ഒരു ആഴ്ചക്കാലം ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ ചിന്ത ഇതാണ്, അടുത്ത ആഴ്ച എനിക്ക് ഇല്ലെങ്കിൽ എപ്രകാരം ഇന്ന് എനിക്ക് ഞാൻ I ജീവിക്കും. don't have long plans. എനിക്ക് ഇനി ഒരുപാട് ദീർഘകാല I have no പദ്ധതിയൊന്നുമില്ല. plans after 6 months. 6 മാസത്തിന് ശേഷം എന്ത് പദ്ധതി I have എനിക്കില്ല. only one plan. ഒരു പദ്ധതി മാത്രമേ Whether ഉള്ളൂ. it's in English or in Malayalam or in Hindi, whatsoever I can do, I will do, because what Lord has entrusted me. I believe eternity matters the most. Rest of everything will follow. ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മലയാളത്തിൽ ആയിക്കോട്ടെ, ഏത് ഭാഷ ആയിക്കോട്ടെ, എന്താണ് എന്റെ കൈവശം തന്നിരിക്കുന്നത് അത് നിത്യതയ്ക്ക് വേണ്ടി ഞാൻ Church, പ്രയോജനപ്പെടുത്തും. can you be with me? ആമേൻ. എന്നോടൊപ്പം ഒന്ന് നിൽക്കാൻ കഴിയുമോ? Can I have some amen here? നല്ലൊരു ആമേൻ കേൾക്കാൻ കഴിയുമോ? നിങ്ങൾ എന്നോടൊപ്പം നിൽക്കുമോ? ആമേൻ. Will you stand ഈ with ഒരു me? വിഷനെ പൂർത്തീകരിക്കാൻ എന്നോടൊപ്പം Will നിൽക്കുമോ? you stand for the fulfillment എനിക്ക് of the അങ്ങനെ ഒരു vision? സഭ എവിടെ I വേണ്ടിയത്? want such kind of a church over Numbers here. അല്ല, Not the numbers, ആത്മാർത്ഥമായി ദൈവത്തെ but ആരാധിക്കുന്നവർ, truly to worship the living ആത്മാർത്ഥമായി God. ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവർ. Truly to step out for ആദ്യ God. നൂറ്റാണ്ടിൽ സംഭവിച്ചത് Just like how in the first അതിവിടെ century, സംഭവിക്കണം. it needs to happen over അതിവിടെ here. സംഭവിക്കണം. It needs to happen here. അത്ഭുതങ്ങളാൽ, The അടയാളങ്ങളാൽ miracles, signs and ദൈവം wonders. തന്റെ വചനത്തെ സ്ഥാപിക്കുന്ന ചില നാളുകളാക്കി And these തീർക്കട്ടെ. are days where he will establish the word of God through signs and wonders. Hallelujah. 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 എന്നുണ്ടാക്കിയെന്നല്ല, Not what you gain. എന്ത് പ്രാപിച്ചു എന്നുമല്ല, Not what you have earned. എന്ത് പേര് കിട്ടിയെന്നല്ല, No matter what name you എത്ര got. മില്യൺസ് ബാങ്കിലുണ്ടെന്നല്ല, Not the millions you have in your bank. നിത്യതയ്ക്ക് വേണ്ടി ഒരു കൂട്ടജനത്തെ ഒരുക്കുവാൻ, But have you prepared a group of people for നിത്യതയ്ക്ക് വേണ്ടി എന്നെ eternity? ഒരുക്കുവാൻ, To prepare myself for eternity. അതിനു വേണ്ടി തന്നെ സമർപ്പിക്കാൻ പറ്റുന്ന കരങ്ങൾ ദൈവത്തെ Can സ്തോത്രം I see ചെയ്തു. hands who are ready to surrender for Somebody that? need to say amen to How many of this. you can say amen? I want every minister in this place ഇവിടെ ഇരിക്കുന്ന ഓരോ ശുശ്രൂഷകരും to just get this vision. ഈ ഒരു ദർശനം പ്രാപിക്കുക. We don't want a performance here. ആമേൻ. ഇവിടെ ഒരു പ്രകടനമല്ല We ആവശ്യം. don't need a performance here, പ്രകടനമല്ല ആവശ്യം. because performance cannot bring God's glory. ആമേൻ. പ്രകടനത്തിൽ കൂടെ ദൈവത്തിന്റെ തേജസ്സിനെ It's കൊണ്ടുവരാൻ this കഴിയില്ല. offering up of your living sacrifice will bring the glory of God in the midst of this generation. ഇത് ജീവനുള്ള യാഗമായി സമർപ്പിക്കുമ്പോഴാണ് ഈ ജനറേഷന് നടുവിൽ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നത്. ചില പിടയ്ക്കുന്ന യാഗങ്ങളായി മാറട്ടെ. Amen. How many of you can be moving sacrifice? Completely sold off. Amen. പൂർണ്ണമായി sold off. Amen. I know my time is getting over, എന്റെ സമയം മുമ്പോട്ട് വേഗത്തിൽ and പോകുന്നു. this message I will preach next week. അടുത്ത ആഴ്ച ഞാൻ ഇത് തന്നെ ബാക്കി But സംസാരിക്കും. let me go where the Spirit of the Lord is leading me. പരിശുദ്ധാത്മാവ് നയിക്കുന്നിടത്തേക്ക് ഞാൻ ഒന്ന് പോകട്ടെ. Okay. You all might have seen this person, right? ഈ ഒരു വ്യക്തി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. Last week, this person was all over in internet. ആമേൻ. സാമൂഹിക മാധ്യമങ്ങളിലെല്ലാം ഈ വ്യക്തിയുടെ പടമുണ്ടായിരുന്നു. Vinesh Phogat, ആമേൻ. വിനേഷ് ഫോഗാട്ട് 50 kg wrestling Indian champion. 50 കിലോ ഉള്ള ഇന്ത്യൻ റെസ്ലിംഗ് ചാമ്പ്യൻ ആണ്. She struggled a lot. ആമേൻ. ഒരുപാട് ബുദ്ധിമുട്ടായി. She got several gold medals. ഒരുപാട് സ്വർണ്ണ മെഡൽസ് ലഭിച്ചു. Many competitions she went into. ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്തു. Final dream was to get the Olympics gold medal. അവസാനത്തെ ലക്ഷ്യവും ആഗ്രഹവും ഇതായിരുന്നു ഒളിമ്പിക്സിന്റെ ഗോൾഡ് മെഡൽ. Paris, she came in. പാരീസിൽ വരുവാനിടയായി. She did all the wrestling. ആമേൻ. ചെയ്യാവുന്ന സകല റെസ്ലിംഗും ചെയ്തു. 11 rounds. Every single one she won. ആമേൻ. 11 റൗണ്ടുകളിലും താൻ വിജയിക്കുവാനിടയായി. In the semi-final, പക്ഷേ അതിന്റെ സെമി ഫൈനലിൽ എത്തിയപ്പോൾ she won against the winning champion, defending champion, Yu Sasaki. ആമേൻ. മറ്റേ തനിക്ക് എതിർഭാഗത്തുനിന്ന് ആ വ്യക്തിക്ക് എതിരായി ജയിക്കുവാനിടയായി. She got the semi-final. ആമേൻ. ആ സെമി ഫൈനലിലും പൂർത്തീകരിച്ചു. Next was final. അടുത്ത ഫൈനൽ റൗണ്ടാണ്. We all were happy. നാം എല്ലാവരും സന്തോഷിച്ചു. India was celebrating. അവൻ ഇന്ത്യ ആഘോഷിക്കുകയായിരുന്നു. Next morning, അടുത്ത പ്രഭാതത്തിൽ 7:35 a.m. ആമേൻ 7:35 ആയപ്പോൾ she was asked to weigh herself. ആമേൻ തന്നെ ഒന്ന് ഭാരം ഒന്ന് അളക്കുവാൻ ഒന്ന് വിളിച്ചു. In 50 kg wrestling, she got 50 kg and 100 grams. ആമേൻ. 50 കിലോ 100 ഗ്രാമും തനിക്കുണ്ടായിരുന്നു. Only 100 grams extra. 100 ഗ്രാം എക്സ്ട്രാ തനിക്കുണ്ടായിരുന്നു.
And we read in the newspaper, and second day in all media, what we saw was she was disqualified just because of extra 100 grams. ആ എക്സ്ട്രാ 100 ഗ്രാം കാരണം നാം പത്രത്തിലൊക്കെ വായിച്ചു ആ വ്യക്തി ഡിസ്ക്വാളിഫൈ ആയിപ്പോയി. If Olympics has that rule, അപ്രകാരമാണ് ഒളിമ്പിക്സിന്റെ നിയമമെങ്കിൽ, church, I want to let you know, സഭയോട് ഞാൻ ഒരു കാര്യം this is ഓർമ്മിപ്പിക്കട്ടെ. exactly what church do. ആമേൻ, ഇത് തന്നെയാണ് സഭയോടും You പറയുന്നത്. think that God will weigh you according to your thinking? ആമേൻ, നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ആ ദൈവം അളക്കുന്നതാണോ നിങ്ങൾ വിചാരിക്കുന്നത്? I just want to tell you now, ഒരു കാര്യം ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ. don't walk in the boundary line. ആമേൻ, നിങ്ങൾ അതിരിൽ കൂടെ നടക്കുന്നത് അവസാനിപ്പിക്കണം. Please don't walk along this boundary line. ആമേൻ, ഈ അതിൽ കൂടെ നീ നടക്കരുത്. Tell me, Pastor, how far can I go? എത്രത്തോളം എനിക്ക് പോകുവാൻ കഴിയുമെന്ന് പറ. How far can I go? എത്രത്തോളം എനിക്ക് പോകുവാൻ കഴിയും? Walking in the boundary is dangerous. ആമേൻ, ഈ അതിരിൽ കൂടെ നടക്കുന്നത് വളരെ ഭയാനകരമാണ്. Definitely there will be day of trumpet. ആമേൻ, ഒരു കാഹളം ധ്വനിക്കുന്ന ഒരു We ദിവസം heard in our Bible study, നാം ഇന്ന് the പകൽക്കാലം trumpet shall sound. ആ കാഹളം ധ്വനിക്കും. Trumpet shall sound. തീർച്ചയായിട്ടും കാഹളം ധ്വനിക്കും. But on that final day, പക്ഷേ ആ ദിനത്തിൽ extra baggages, ആമേൻ, നാം എടുത്തിട്ടുള്ള എക്സ്ട്രാ ആയിട്ടുള്ള സകലതും, extra relationship, ആമേൻ, നാം എടുത്തിട്ടുള്ള എക്സ്ട്രാ ബന്ധങ്ങൾ, extra arguments, ആമേൻ, നാം എക്സ്ട്രാ ആയിട്ട് ആർഗ്യൂ ചെയ്ത കാര്യങ്ങൾ, extra പിടിവാശി, അധികമായി നാം മുറുകെ പിടിച്ച പിടിവാശികൾ, extra ചെയ്യുന്ന എല്ലാം everything that we are held on to extra, നിത്യതയാ കോസ്റ്റ് ചെയ്യുന്നത് I മനസ്സിലാക്കണം. mean, it will cost on our eternity. എന്തിനാ? Why? Don't go 1,000 years up now. ആമേൻ, ഇനി 1000 വർഷം മുമ്പോട്ട് പോകണ്ട. Come with me. എന്നോടൊപ്പം പോവാ. This is 2024, right? ഇത് 2024 അല്ലയോ? 100 years later. ആമേൻ, 100 വർഷത്തിന് ശേഷം, Fast forward. I'm taking you to time machine. ആമേൻ, ഒരു ടൈം മെഷീനിൽ കയറ്റി നിങ്ങളെ മുമ്പോട്ട് കടത്തുകയാണ്. You are in after 100 years. ആമേൻ, നിങ്ങൾ 100 വർഷത്തിന് ശേഷം Where will you be? നിങ്ങൾ എവിടെ ആയിരിക്കും? Come on. What's that? Huh. Right after 100 years. 100 വർഷത്തിന് ശേഷം എവിടെ ആയിരിക്കും? Somebody else will be holding this Cadillac. ആമേൻ, എൻ്റെ കയ്യിലുള്ള ഈ കാഡിലാക്കിന്റെ താക്കോൽ വേറെ ആരോ ആയിരിക്കും പിടിക്കുന്നത്. Somebody else will be holding this Cadillac. ആരോ അത് പിടിച്ചൊടിക്കായിരിക്കും. My house, 2176 Peachtree Circle. ആമേൻ, 2176 പീഷോ സർക്കിളുള്ള എൻ്റെ ഭവനം. Somebody else will be the owner of that house. അപ്പോൾ ആ ഭവനത്തിന്റെ ഉടമസ്ഥ വേറെ ആരെങ്കിലും ആയിരിക്കും. The bank account that I have, എനിക്ക് ഇന്നുള്ള ബാങ്ക് അക്കൗണ്ട്, somebody else will be holding that. അതാ മറ്റാരോ ആയിരിക്കും അതിന്റെ അവകാശി. The positions that I am, Calvary's pastor, കാൽവറിയിലെ പാസ്റ്റർ എന്ന ഈ സ്ഥാനം, somebody else will be the pastor here. അന്ന് വേറെ ആരെങ്കിലും ആയിരിക്കും ഇവിടെ പാസ്റ്റർ. Everything that for I am fighting today, ഇന്ന് ഞാൻ എന്തിനു വേണ്ടി മൽപിടുത്തം ചെയ്യുന്നു, someone else will be replacing that. അതിനും എന്നെ മാറ്റി ആരോ വരും. I bought nothing ഞാനൊന്നും വാങ്ങുന്നില്ല, and I will not take anything. ഞാനൊന്നും കൊണ്ടുപോകുന്നുമില്ല. Why we are fighting? എന്തിനു വേണ്ടി നാം യുദ്ധം ചെയ്യുന്നു? Why we are fighting? എന്തിനാണ് നമ്മൾ ഈ മൽപിടുത്തം? ഈ മണ്ണിന് വേണ്ടിയുള്ള നമ്മുടെ പയറ്റ്. I mean, a fight for this earth. ഈ 60 വർഷത്തിന് വേണ്ടിയാ. ഞാൻ ഇനി 60 ഇല്ല, ഇനി അടുത്തത് ഈ 60-70 വർഷത്തേക്ക് വേണ്ടിയല്ലേ? Are we just fighting for the 60-70 years? We are fighting for this Cadillac. ആമേൻ, ഈ കാഡിലാക്കിന് വേണ്ടിയാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്. We are fighting for this 1132 Beaufort Highway. ആമേൻ, ഈ ചർച്ചിരിക്കുന്ന ഈ വസ്തുവിന് വേണ്ടി നാം യുദ്ധം ചെയ്യുന്നു. We are fighting for this. ആമേൻ, ഇതിനു വേണ്ടി നാം We are fighting to get something. ആമേൻ, എന്തോ നേടുവാൻ വേണ്ടി നാം യുദ്ധം ചെയ്യുകയാണ്. But can you imagine after 100 years, പക്ഷെ 100 വർഷത്തിന് ശേഷം you are not holding any of these ആമേൻ, things? ഇതൊന്നും നാം മുറുകെ പിടിക്കാൻ പറ്റുന്നില്ല. Even the son that I am proud of. ആമേൻ, ഇന്ന് ഞാൻ അഭിമാനിക്കുന്ന എൻ്റെ മകൻ പോലും, Oh, do you think he will be that young that after 100 years he will not be there? ആമേൻ, 100 വർഷത്തിന് ശേഷം മകനം കാണുകയില്ല. He will not be there. You think you have a name? ആമേൻ, ഇന്ന് എന്തോ പേര് നിങ്ങൾക്കുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ? Your grandchildren will not know even your name. നിങ്ങളുടെ കൊച്ചുമക്കൾ നിങ്ങളുടെ പേര് പോലും Ask your ഓർക്കുകയില്ല. grandchildren how many of them know your actually grandparents' name. ആമേൻ, നിങ്ങളുടെ കൊച്ചുമക്കളോട് നിങ്ങൾ തന്നെ ചോദിക്കുക നിങ്ങളുടെ വല്യപ്പച്ചന്റെ പേര്. They know Appachan, Ammachi. അവർക്ക് അപ്പച്ചൻ അമ്മച്ചി എന്ന് അറിയാം. Kurikal Appachan and Molamuttal Appachan. കുഴിക്കാല അപ്പച്ചൻ, മുളമൂട്ടിൽ അപ്പച്ചൻ എന്ന് അവർക്ക് പേരറിയാം. Nothing more than that. അതിനപ്പുറം Ask them the name. അവരോട് പേര് ചോദിക്കുക. What are you fighting for? നിങ്ങൾ എന്തിനു വേണ്ടിയാണ് മൽപിടുത്തം ചെയ്യുന്നത്? What are you fighting for? എന്തിനു വേണ്ടിയാണ്? What are you arguing for? എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ആർഗ്യൂ ചെയ്യുന്നത്? Nothing. ഒന്നുമില്ല. The reality is, യാഥാർത്ഥ്യം ഇതാണ്. I saw a video during our Kerala, what was that? The name of flood of Ebrahim? വയനാട്. വയനാട്. Wayanad flood.
Amen. During the Wayanad flood, I saw a video. One of our Achan sent me a video. Amen. നമ്മുടെ ഒരു അച്ചായൻ ഒരു വീഡിയോ അയച്ചു തന്നു. Somebody was fighting. Two brothers were fighting for a piece of land. Amen. ഒരു ചെറിയ വസ്തുവിന് വേണ്ടി രണ്ട് സഹോദരങ്ങൾ വഴക്കിടുകയാണ്. They had the letter given to court. This is the court, and the fighting letters and all those documents. Amen. കോടതിയിൽ സമർപ്പിച്ച കത്തൊക്കെ കാണിച്ച് അവർ അന്യോന്യം വഴക്കിടുകയാണ്. During the flood, Amen. ഈ പ്രളയം വന്നപ്പോൾ both brothers are dead. ഈ രണ്ട് സഹോദരങ്ങളും മരിച്ചുപോയി. Somebody found the letter. അവൻ ആരോ ഈ കത്ത് കണ്ടെത്തി. What are you going to do with this letter? അവൻ ഈ കത്ത് കൊണ്ട് എന്ത് ചെയ്യും? ഇന്ന് എഴുതി വിടുന്നതും Amen. Everything that you write today, ഇന്ന് പറയുന്നതും everything that you say today, പിടിക്കുന്ന പിടിവാശി everything that you hold on, ഈ മക്കളെ വിട്ടുകളാ. Amen. We need to let go. നമ്മൾ ഈ മണ്ണിനുള്ളവരല്ല. We are not for this world. നമ്മൾ ഇതിനു വേണ്ടിയുള്ളതല്ല. We are not for this world. ജീവനോട് ഇരിക്കുന്നിടത്ത് കാലം വരെ നന്നായി ജീവിക്കാം. As long as you are alive, live well. നന്നായി കഴിച്ചോ കുഴപ്പമില്ല. Amen. Eat well. നന്നായി താമസിച്ചോ കുഴപ്പമില്ല. Stay in good health. പക്ഷേ ഈ മണ്ണിന് വേണ്ടിയുള്ള ഈ പരക്കം പായ്ച്ചൽ നിർത്തി നിത്യതയ്ക്ക് വേണ്ടി ഓടുവാൻ ദൈവാത്മാവിൽ ഞാൻ ആഹ്വാനം നൽകി തരുന്നു. But the race that you run for this earth, you need to stop and run for eternity. The purpose is not to become a big bourgeois here. Amen. ഇവിടെ വലിയൊരു ബുർഷയാകുന്ന പദ്ധതിയല്ല. 75 വയസ്സായി. Amen. You became 75. 80 ആയിട്ടും Amen. Even after 80. മരണത്തെക്കുറിച്ച് ഭയങ്കര പേടിയാ. Amen. You're still afraid of death. അല്പം മൂക്കുമരി വരുമ്പോ മരിക്കുമോ 85 ഒക്കെ ആയി ഇനി മരിക്കല്ല പിന്നെ എന്താ ചെയ്യണേ? After 80, 85, now death, then what else are you waiting for? I mean, I want you all to be alive for 100 years. Amen. 100 വർഷം ജീവിച്ചോടിക്കണമെന്ന് That's എനിക്ക് ആഗ്രഹമുണ്ട്. good. അപ്പൊ തന്നെ ചാകാനുള്ള ഭയം എങ്ങനെ വന്നു? But then how are you afraid of death? നിത്യതയെക്കുറിച്ചുള്ള നല്ല ധാരണയുണ്ടെങ്കിൽ If you have that blessed ഒരു hope of മൂക്കുപണി eternity, വരുമ്പോൾ പേടിക്കുന്നവരല്ല നമ്മൾ. you will not be afraid of a ഇനി small വന്നോട്ടെ, flood. മരണം വന്നോട്ടെ. Let death come. പൗലോസ് പറഞ്ഞതുപോലെ പറയണം. Paul says like this. ഉയരമോ ആഴമോ Nor height, nor depth. ഏത് കാര്യമായിക്കോട്ടെ, Let it be anything. പട്ടിണി ആയിക്കോട്ടെ, Let it be starvation. ഉപദ്രവം ആയിക്കോട്ടെ, Let it be persecution. എന്ത് പ്രശ്നമായിക്കോട്ടെ, No matter whatever it is. ഒന്നും എന്നെ But nothing എന്റെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് will take me away പുറത്താക്കാൻ പറ്റത്തില്ല. from the love of Christ. പുറത്താക്കാൻ പറ്റത്തില്ല. Will take me away from the ഈ love of ലോകത്തിലെ Christ. ഒന്നും, Nothing in this ഈ world. ലോകത്തിലെ ഒന്നും, Nothing on this world. ഒന്നും Nothing കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് will take me away പുറത്താക്കാൻ from the പറ്റത്തില്ല. love of Christ. മരണത്തോട് പറയണമേ, You need to look at death. മരണമേ, Oh, death, നിന്റെ ജയം എവിടെ? where is your victory? നിന്റെ വിഷപ്പല്ല എവിടെ? Where is your sting? ജീവിക്കുന്ന ഇന്ന് മരിക്കുമെന്ന് ജീവിക്കണം. Amen. You need to live as you നാളത്തെ will die പ്രഭാതം today. കണ്ടില്ലെങ്കിലും, Even if you don't see നാളത്തെ tomorrow. പ്രഭാതം Even കണ്ടില്ലെങ്കിലും if you don't see the dawn of ദൈവസന്നിധിയിൽ tomorrow. നേരോടെ നിൽക്കുവാൻ, If you stand straight in the presence of നേരോടെ God. നിൽക്കുവാൻ, Live straight in the presence ഇന്ന് of God. നിങ്ങളെ തന്നെ അവന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ ദൈവാത്മാവിൽ ആഹ്വാനം നൽകുന്നു. The Holy Spirit is truly urging each one of you to give yourself into the hands of God. With this one last verse I'm closing. ഈ ഒരു വാക്യം കൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കാൻ And ആഗ്രഹിക്കുന്നു. live and lyrics team, you just keep this message for the next week. അടുത്ത ആഴ്ചത്തേക്ക് വേണ്ടി ഇത് സൂക്ഷിച്ചു വെക്കുക. One verse. ഒരു വാക്യം മാത്രം ഞാൻ വായിക്കുന്നു. Romans 6:13, and read it loud. റോമാലേഖനം 6:13. Come on, read it loud. ചേർന്ന് നമുക്ക് ഉറക്കെ വായിക്കാം. Give yourself completely to God. And come on, read one more time. And your eyes, your ears, your nose, your tongue, your heart, your lungs, your kidney, your feet, your hands, every part of you, you want to be, come on, read louder. You want to be tools in the hands of God to be used for His. Amen. Hallelujah. His purpose. I'm ending with purpose. Amen. His purpose. മലയാളത്തിൽ നിന്ന് വായിച്ചു ഉറക്കുന്നു. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവേൻ. I know this sermon doesn't fit in 2024. Amen. ഈ ഒരു നൂറ്റാണ്ടിൽ ഈ വർഷത്തിൽ ഈ സെർമൺ അത്ര നല്ലോണം പോകില്ലെന്ന് And I know this preacher is a misfit in 2024. Amen. ഈ കാലഘട്ടത്തിൽ ഈ ഒരു പ്രാസംഗികനും കൊള്ളില്ലെന്ന് എനിക്കറിയാം. പക്ഷേ this is what the Lord says. പക്ഷേ ഇതാണ് ദൈവം പറയുന്നത്. ദൈവമക്കളെ, I just want to tell you, I love you all. Dear children of God, I love you. I love you so much. നിങ്ങളെ ഒരുപാട് ഞാൻ സ്നേഹിക്കുന്നു. I
don't want to see anybody losing their eternity. നിത്യത ആരും നിത്യത I don't want to നഷ്ടപ്പെടുന്നത് lose my kids. എൻ്റെ കുഞ്ഞുങ്ങളും നിത്യത I don't want to lose my wife. എൻ്റെ ഭാര്യ നഷ്ടപ്പെടരുത്. I don't want to lose Stalin and Sophia. ആമേൻ. സ്റ്റാലിനും സോഫിയ നഷ്ടപ്പെടരുത്. I don't want to lose my council members. എൻ്റെ കൗൺസിൽ മെമ്പേഴ്സ് I നഷ്ടപ്പെടരുത്. don't want to lose my department heads. എൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് I നഷ്ടപ്പെടരുത്. don't want to lose my Sunday school. എൻ്റെ സൺഡേ സ്കൂൾ, I don't want to lose any kids here. ഇവിടെ ഇരിക്കുന്ന ഒരു കുഞ്ഞു പോലും. Eternity is a reality. നിത്യത ഒരു യാഥാർത്ഥ്യമാണ്. It is a reality. അതൊരു യഥാർത്ഥമായ Jesus യാഥാർത്ഥ്യമാണ്. died and resurrected is a historical fact. കർത്താവായ യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റത് ചരിത്രമായി It's not a തെളിയിക്കപ്പെട്ടതാണ്. story, it is proven history. അതൊരു കടങ്കഥയല്ല, അതൊരു യഥാർത്ഥമായ ചരിത്രമാണ്. Eyewitness have wrote it and we have the documents. കണ്ണുകൊണ്ട് കണ്ടവരത് എഴുതി വെച്ച് നമുക്ക് അതിന്റെ And the രേഖകളുണ്ട്. one who risen said, ആമേൻ. ഉയർത്തെഴുന്നേറ്റവൻ ഇപ്രകാരം പറഞ്ഞു, if the Holy Spirit has resurrected Jesus from the dead, മരിച്ചവരിൽ നിന്ന് പരിശുദ്ധാത്മാവ് മരിച്ചവനെ ഉയർപ്പിച്ചിട്ടുണ്ടെങ്കിൽ that Holy Spirit lives inside you. അതേ ആത്മാവ് നിങ്ങളിലും വസിക്കുന്നു. He will also resurrect you after you die. ആമേൻ. നിങ്ങൾ മരിച്ച ശേഷം നിങ്ങളെ ഉയർപ്പിക്കും. I want today to give a challenge. ആമേൻ. ഒരു കാര്യം നിങ്ങളോട് ഞാൻ വിളിച്ചു ചോദിക്കട്ടെ. I know we have Lord's table. നമുക്ക് ദൈവത്തിന്റെ തിരുമേശ ഉണ്ടെന്ന് എനിക്കറിയാം. Before even you touch Lord's table, ആമേൻ. ദൈവത്തിന്റെ തിരുമേശയിലെ കൈ നീട്ടുന്നതിന് മുമ്പ് തന്നെ can I ask you, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. how many of you will offer Amen. your body as an spiritual act of worship? ഒരു ആത്മീക ആരാധന എന്ന് വേണം. നമ്മളെ തന്നെ ജീവനും വിശുദ്ധിയുമായുള്ള Forget about all your titles. നിങ്ങളുടെ എല്ലാ സ്ഥാനങ്ങളും ഒന്ന് മറന്നുകളാ. ആരാധനകൾ നിസ്സാരമായി എടുക്കുന്നത് ഒരു കാര്യം. I mean, taking worship lightly is one. കൂട്ടത്തിൽ വന്ന ആരാധന പോലും ശരിക്കും ആരാധിക്കാൻ പറ്റാതെ, I mean, even when you come in a group, if you're not able to worship well, തനിച്ച് പ്രാർത്ഥന ഇല്ലാതെ, I mean, you are not worshiping by yourself. മാസങ്ങളായിട്ട് പൊടി തട്ടാതെ, I mean, it's been months since you have opened the word of ഈ God. കാലഘട്ടത്തിൽ ബൈബിൾ പോലും നമുക്ക് ചർച്ചയിൽ കൊണ്ടുവരണ്ടല്ലോ. I mean, in these days, you don't even have to bring the Bible, അതുകൊണ്ട് right? പൊടി തട്ടുന്ന പ്രശ്നമേ ഇല്ല. So there is no dusting off. ധൈര്യമായിട്ട് ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് പറയാമോ, Can you boldly stand in the presence of God and say, നിന്റെ ഏത് അവയവമാണ് നീ ദൈവത്തിന് കൊടുത്തേക്കുന്നത്? I mean, which body part have you given to God? ഏത് അവയവമാണ് കൊടുത്തേക്കുന്നത്? Which body part have you given to God? നിങ്ങളെ ശാസിക്കുവല്ല സഹോദരൻ, I mean, I am not rebuking you. നിങ്ങളെ ശാസിക്കുക, I'm not rebuking you. നിങ്ങളെ സ്നേഹത്തോട് വിളിക്കുക. With love, I'm calling you. കർത്താവിനെ നിങ്ങൾക്ക് സമർപ്പിക്കാൻ പറ്റുമോ? Can we give ourselves in the hands of ഒന്ന് God? സമർപ്പിക്കാൻ Can we just surrender ourselves in the hands of How God? many of you would give yourself today? I mean, എത്ര പേർക്ക് ഇന്ന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ Along with ആഗ്രഹമുണ്ട്? me. എന്നോടൊപ്പം. Eternity is for sure. നിത്യത ഉറപ്പാണ്. If you don't want to miss your eternity, നിങ്ങളുടെ നിത്യത നഷ്ടപ്പെടാൻ ആഗ്രഹമില്ലെങ്കിൽ would you give yourself? Please. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കെഞ്ചി കഴിയുമോ? പറയുന്നു. Amen. From the depth of my heart, I plead. കെഞ്ചി പറയുന്നു. എനിക്ക് I plead വേറെ before you. ഒന്നുമല്ല, There is- നിങ്ങളുടെ നിത്യതയെക്കുറിച്ചുള്ള എന്റെ നിത്യതയെക്കുറിച്ചുള്ള നല്ല ബോധ്യമുള്ളതുകൊണ്ട് സമർപ്പിക്കപ്പെടുന്ന കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു. Amen. Because of eternity, can I see hands that are willing to surrender? Hallelujah. And when you surrender, നിങ്ങൾ സമർപ്പിക്കുമ്പോൾ തന്നെ you are surrendering completely to him. നിങ്ങൾ പൂർണ്ണമായാണ് ദൈവത്തിന് മുമ്പാകെ Can സമർപ്പിക്കുന്നത്. you surrender your taste buds for Jesus? നിങ്ങളുടെ നാവിലെ രുചികൾ പോലും ദൈവത്തിന്റെ കരങ്ങളിൽ ഒന്ന് Can you സമർപ്പിക്കാൻ കഴിയുമോ? surrender your stomach appetite for Jesus? നിങ്ങളുടെ വിശപ്പിനെ പോലും ദൈവകരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിക്കാൻ കഴിയുമോ? Can you commit your hands, your feet for Jesus? നിങ്ങളുടെ കാലുകൾ, നിങ്ങളുടെ കരങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിക്കാൻ കഴിയുമോ? ഈ beat ചെയ്യുന്ന heart beat ഇല്ലയോ? Each heartbeat, Can you give that for the Lord? അതും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? If you can do that, അത് ചെയ്യുവാൻ കഴിയുമെങ്കിൽ as the word of God says, ദൈവവചനം പറയുന്നത് പോലെ presenting body ആമേൻ, നമ്മുടെ ശരീരം in this altar. ആമേൻ, ഈ ഒരു യാഗപീഠത്ത് How many of you will present your body? ആമേൻ, നമ്മുടെ ശരീരത്തെ യാഗമായി അർപ്പിക്കും. I am considering this whole place as altar. ആമേൻ, ഈ മുഴുവൻ സ്ഥലവും ദൈവ യാഗപീഠമായി ഞാൻ Upon കരുതുന്നു. the altar that just I preached, ഞാൻ പ്രസംഗിച്ച ആ ഒരു യാഗപീഠത്തിന് മീതെ എല്ലാം വിട്ട് കളഞ്ഞിട്ട്, ആമേൻ, leaving everything, എല്ലാ പിടിവാശിയും വിട്ട് കളഞ്ഞിട്ട്, leaving everything that we hold എല്ലാ on to, വഴക്കും വിട്ട് കളഞ്ഞിട്ട്, every argument and എല്ലാ rivalry, ജലസിയും വിട്ട് കളഞ്ഞിട്ട്, every jealousy, എല്ലാ പണപ്പെരുപ്പ് വിട്ടിട്ട്, leaving every wealth. അതാത് സ്ഥാനത്ത് എഴുന്നേറ്റിരിക്കാൻ പറ്റുമോ? എഴുന്നേറ്റ്. Can we just stand in the presence of Please, God? one more time. Everybody don't get up. I want to tell you, നിങ്ങൾ എല്ലാവരും എഴുന്നേൽക്കല്ലേ. Amen. I don't want every one of you to get up. സമർപ്പിക്കാൻ പറ്റുന്നവർ മാത്രം. Only those who are willing to truly surrender. രണ്ട് കണ്ണുകളും അടയ്ക്കണം. Close both of your eyes അക്കരങ്ങൾ സ്വർഗ്ഗത്തേക്ക് ഉയർത്തി. and lift up your hands into the heavens. ഒറ്റ ജീവിതമേ ഉള്ളൂ. And there's only one life, യേശുവിന് വേണ്ടി. and live it for Jesus. ഒന്ന്, would you say that? Come on. Lord, ചേർന്ന് പറയുക. how many of you can say, Lord, Lord, I commit I commit fully fully to you. to you.
every part every part of my body, of my body, of my thought, of my thought, of my possession of my possession belongs to you. belongs to you. Lord, you control. Lord, you control. No worldly passion No worldly passion will ever control me. will ever control me. I will not fight. I will not fight. I will not argue. I will not argue. I will not run I will not run. for anything that is for world. Amen. That anything that is of world, But but transform me. transform me. Renew my mind. Renew my mind. And show me your purpose. Show me your purpose. In Jesus' name we In pray. Jesus' name we pray.